1994 ഹെർബ് എന്ന ബിസിനസ്മാന്റെ 13 വയസ്സുള്ള മകൻ അവരുടെ ഫാം ഹൌസിൽ കളിക്കുകയായിരുന്നു. ചുമ്മാ ഇങ്ങനെ മണ്ണ് മാറ്റി നോക്കിയതാണ്. അവിടെ ഒരു അസ്ഥികൂടം കണ്ടെത്തി. ആ കുട്ടിയെ ഉടനെ അമ്മ ജൂലിയോട് പറഞ്ഞു. ജൂലി ഹെർബിനോട് ചോദിച്ചു. ഹെർബ് പറഞ്ഞു അത് അവന്റെ അച്ഛന്റെ പഴയ സാധനങ്ങളാണ്, അവനാണ് അത് കുഴിച്ചിട്ടത് എന്ന്. ഹെർബിന്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ജൂലി അതൊക്കെ മറന്നു. 1996 ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു അവരുടെ ഫാം ഹൌസ് അവർക്കൊന്ന് പരിശോധിക്കണമെന്ന്. കാരണമായി അവർ പറഞ്ഞത് ഹെർബിന് ഒരു സീരിയൽ കില്ലിംഗ് കേസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടെന്നാണ്. ജൂലിയും ഹെർബും അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ജൂലി ഓർത്തു പണ്ട് ഇങ്ങനെ ഒരു അസ്ഥികൂടം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഹെർബ് വെക്കേഷന് പോയ സമയത്ത് ജൂലി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫാം ഹൌസ് പരിശോധിക്കാനുള്ള അനുമതി നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 11 പുരുഷന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പുറമെ ഹെർബ് നല്ലൊരു ബിസിനസ്മാനും ഭർത്താവും അച്ഛനുമൊക്കെയായിരുന്നു. ഈ ഐഡന്റിറ്റി അല്ലാതെ ആർക്കും അറിയാത്ത മറ്റൊരു ഐഡന്റിറ്റി കൂടി അവനുണ്ടായിരുന്നു. അവൻ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. അവൻ കൊലപ്പെടുത്തിയ പുരുഷന്മാരിൽ അധികവും പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. ഹെർബ് രാത്രി ഗേ ബാറിൽ പോകും. അവിടെ നിന്ന് ഏതെങ്കിലും പുരുഷന്മാരെ അവന്റെ ഫാം ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടും. ഇതായിരുന്നു അവന്റെ പതിവ്. ഹെർബിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു. ഈ കൊലപാതകങ്ങളൊക്കെ നടന്ന സമയത്ത് ഇന്റർസ്റ്റേറ്റ് 70 എന്ന് പറയുന്ന മറ്റൊരു സീരിയൽ കില്ലിംഗ് കേസ് കൂടി അതേ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ഗേ ബാറിൽ നിന്ന് പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ കേസിലും 10ലധികം വിക്ടിംസ് ഉണ്ട്. അതിലെ പ്രതിയും ഇവൻ തന്നെയാണെന്നാണ് കരുതപ്പെടുന്നത്.